ഹായ് ഗായ്സ്. അങ്ങനെ ഇന്ന് കുറച്ച് അധികം പരിപാടികളുണ്ട്. രാവിലെ ഇറങ്ങിയതാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ എവിടത്തെ അതെ പി കെ എം ബിരിയാണി. ഇവിടെ കുറച്ച് ബിരിയാണി വാങ്ങണം. ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാണ്. ഇന്ന് കുറച്ച് അധികം പരിപാടികളുണ്ട്. കുക്കിങ്ങിനൊന്നും ആർക്കും ഇവിടെ നേരില്ല. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. കുറച്ച് ഗസ്റ്റുകൾ അതെ അതെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം കാണിച്ചു തരാം എല്ലാവർക്കും. ബൈ. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ സ്വന്തം PKM ഹോട്ടൽ. ഇവിടെ നല്ല കിഡിലൻ ചിക്കൻ ബിരിയാണിയും നല്ല കിണ്ണൻ ബീഫ് ബിരിയാണിയും കിട്ടും. ഇത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയുടെ സൈഡിലായിട്ടാണ് വരുന്നത്. കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. എല്ലാവരും ട്രൈ ചെയ്യുക, അടിപൊളിയാണ്. ബിരിയാണി ഒക്കെ വാങ്ങി കൊടക്കാട് ബിരിയാണി അടിക്കുക. കടന്നുറങ്ങുന്ന സമയം കിട്ടുന്ന വല്ലാണ്ട് എന്താവണ്ട. പാലക്കാട് ഹൈവേയിൽ 2 യുവാക്കൾ ആക്കിയിരിക്കുന്നു. കുറച്ചുകൂടി മുന്നിലാണ്. പോട്ടെ അതിന്റെ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. എത്ര വന്നിക്കൂടെന്ന് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്നവരോട്. ഞാൻ NRI കിട്ടാണത്. എന്ത് പറഞ്ഞാല് ആകല. ഇവിടെ ഗൂഗിൾ മാപ്പ് ഇട്ട് ജീവിക്കണ മനുഷ്യനാണ്. അതെ, എറണാകുളത്തെ മേടിച്ചാല് ഗൂഗിൾ മാപ്പ് ഇടുവാണ്. കുറച്ച് പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്. ഓലാനും കുറച്ച് ദിവസത്തെ വ്ളോഗിൽ തടയാ. അവരാണ് ഇന്ന് ഇനി ഹൈലൈറ്റ്സ്. നമ്മൾ കുറച്ചും കൂട്ടേണ്ടി 18 പുറത്താക്കേണ്ടി വരും. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരെണ്ണം കൂടും. സമ്മതിക്കില്ലേ വ്ളോഗേഴ്സിനെ ഇങ്ങനെ കൈ വെച്ച് പിടിക്കാന്? നല്ല വെയിറ്റ് ഉണ്ട് ഫോണ്. അത് ഇദ്ദേഹത്തിനേ ഉള്ളൂ. അത് കണ്ടാൽ മതി. മൈലാലി വെച്ചിട്ടുണ്ടോ? മൈലാലി ആയിട്ടുള്ള തോന്നുന്നു. എന്താ പറഞ്ഞ ശരിക്കും? എന്താ പറഞ്ഞ ഉപ്പ ഒറ്റക്ക് പോയിക്കൊണ്ടത് സ്കൂട്ടിങ് കൊണ്ട്. അപ്പൊ നമ്മളില്ല, നമ്മളെ കൊണ്ടുപോയില്ല. നമുക്ക് നോ ജീപ്പ് വ്ളോഗ്സ്. ഞങ്ങൾക്ക് ഒരു ജീപ്പ് സാധനം ഇറക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇനിയിപ്പോ അതിന്റെ വ്ളോഗ് എടുക്കാൻ പറ്റും തോന്നില്ല. കുഴപ്പമില്ല. അതെ, ഉമ്മന്റെ ബ്രദറാണ് ഞങ്ങളുടെ അമ്മാവൻ. ഉമ്മച്ചിക്ക് വ്ളോഗിൽ ഒരു താല്പര്യമില്ല ഗൈസ്. ഉമ്മച്ചി പോണോ? അതിന്റെ അമ്മയല്ലേ എന്തിനാണ്? ആസ് ഓൾവേസ് ഫുഡ് എത്തിക്കഴിഞ്ഞാൽ റിഷാനളിയൻ ഓൺ ദ ടേബിൾ. അതാണ് അതിൻ്റെ ഒരു നിയമം. ഇന്ന് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ മാമനുണ്ട്. ഷൗട്ട് ഔട്ട് ടു റിയാസ് മാമൻ. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ബിരിയാണി. നമുക്ക് ബീഫൊക്കെ നല്ല സെറ്റായിട്ടിരിക്കണം. സെൽഫ് കെയർ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കിട്ടിയ ഗ്യാപ്പിൽ ഒരു ഫേസ് പാക്കൊക്കെ സെറ്റ് ചെയ്ത് ടാനൊക്കെ മാറാൻ വേണ്ടി ഒരു പാക്കൊക്കെ ഇട്ട് കുറച്ചിനെ അങ്ങനെ ഇരുന്നു. ജിൽ കാര്യം ഉണ്ടായോ ആവോ. റിഷാനളിയൻ ഫാൻസ് കമോണ്ട്ര മനുഷ്യേ. അങ്ങനെ ഫേസ് പാക്കൊക്കെ കഴുകിക്കളഞ്ഞ് ഞാനും എൻ്റെ പൊണ്ടാട്ടിയൊക്കെ കുളിച്ച് സെറ്റപ്പായി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഞങ്ങളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പൊണ്ടാട്ടിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന സ്നേഹമൊക്കെ വാരി കോരി കൊടുത്തു. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഭർത്താക്കന്മാരും അവരവരുടെ ഭാര്യമാരെ വാരി കോരി സ്നേഹിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. നീ വണ്ടി ഓടിക്കാൻ പോണ്? ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോ റെഡിയായി ഫുള്ള് സെറ്റായിട്ട് ഇറങ്ങിക്കണം ഇന്നത്തെ വ്ളോഗിന് വേണ്ടിയിട്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. അതെ, 2 അതിഥികൾ വരുന്നുണ്ട് വ്ളോഗൊക്കെ. രണ്ടാണ് നമ്മളെ യൂട്യൂബേഴ്സ്. അതാണ് നമ്മൾ കുറച്ച് ദിവസത്തെ കണ്ടന്റ് തന്നെ. ഇനി അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടൊക്കെ. അതിൻ്റെ ഇടയിൽ ഇതിന്റെ ഈ സാധനം തിരികം ത്രെഡ് ചെയ്യണം. അപ്പം അതും ചെയ്യാണ്ട്
പിന്നെ ഞങ്ങളിങ്ങനെ നല്ല ജോലടിച്ച് പോയിക്കൊണ്ടിരിക്കാണ്. പവർ പാലസ് കരിങ്കിലെത്താണ് എന്റെ മക്കളത് പറയുന്നത്. അടങ്ങി ഇവിടെ നിർത്തിയാൽ മതി. ഈ തിരിച്ചോ തെരിഞ്ഞ ആപ്പുണ്ടല്ലോ ആ സെക്യൂരിറ്റി ചൊറിയണം. ഇതാണ് നമ്മുടെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്വന്തം കടയാണിത്, പവർ പാലസ്. അതിനുള്ള പ്രൊമോഷനാണ് നമ്മുടെ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലൊക്കെ പോയി ഞങ്ങളുടെ ഉപ്പാനെയൊക്കെ കണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്ര ജേർണി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ് ഗായ്സ്. അപ്പം അങ്ങനെ വിയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന എൻ്റെ സ്വന്തം പൊണ്ടാട്ടിയാണ് ഈ സൈഡിലിരിക്കുന്നത്. വലിയ കുമ്പൊന്നുമില്ല, ഒന്നാലും ഇടക്കിടക്ക് ഞാനിങ്ങനെ പോക്കും ജീവിച്ച് പോകണ്ടേ ഗായ്സ്. അങ്ങനെ ഒരു 35-40 മിനിറ്റ്സ് ഒക്കെ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥിരം പരിപാടി വിശന്നു. അല്ലേ അങ്ങനെ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഞങ്ങൾ കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് കഴിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഒന്നും നോക്കിയില്ല, പണം പോട്ടെ, വിശപ്പ് തീരട്ടെ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഇരുട്ടായി. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ജേർണി കണ്ടിന്യൂ ചെയ്തു ഗൈസ്. അങ്ങനെ അവിടെ ഗേറ്റിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് നല്ല തിരക്കുണ്ട്, അപ്പോൾ കുറച്ച് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. എന്തായാലും ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. ക്യൂവിൻ്റെ ഇടക്ക് 2 സ്റ്റെപ്പൊക്കെ ഇട്ടു. ചിൽ അങ്ങനെ 2 പാട്ടൊക്കെ ഇട്ട് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഗസ്റ്റുകൾ സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്കി ശേഷം സ്ക്രീനിൽ. അങ്ങനെ ഞങ്ങൾ എത്തി പാർക്കൊക്കെ ചെയ്തു. പക്ഷെ പാർക്കിംഗ് ഞങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് കിട്ടിയില്ല, കുറച്ച് അപ്പുറത്താണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, വരുന്ന ഗസ്റ്റ്സ് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഓടിച്ചാടി പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. എന്തായാലും ബാക്കി ശേഷം സ്ക്രീനിൽ കാണാം ആരാണ് എന്താണ് ഏതാണെന്നൊക്കെ. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. അത് ഗൈസ് അങ്ങനെ എൻ്റെ മാതാശ്രീ, എൻ്റെ വല്യളിയൻ ആൻഡ് മൈ സിസ്റ്റർ ആൻഡ് ബേബീസ് അവർ ഈസ് ബാക്ക് ഫ്രം ഖത്തർ. അങ്ങനെ നമ്മുടെ മക്കളാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അങ്ങനെ ബാക്കി എല്ലാവരും കാണും. ക്യൂട്ട്നെസ് ഓവർലോഡ്. ഫസ്റ്റ് കാണിച്ചു
അപ്പൊ അവനങ്ങോട്ട് കാണിക്ക്. ചിരിക്കലുണ്ടവര്. Momo, say hi. Say hi. Hi. നാളെ വന്നോ? വലിയ കണ്ണു നോക്കുമ്പോ ഹായ്. പുതിയ ഗസ്റ്റ്. ഹായ്. നീ കുറച്ച് ദിവസം വരാവും മെയിൻ യൂട്യൂബ് ചാനലില്. ഹായ്. ഹായ്. ലൊക്കേഷൻ ജെല്ലോ. ഹായ്. ഹായ്. എന്റെ ചിരിക്കാറ്റ് ചിരിക്കാറ്റെന്നാ. എവിടെ എവിടെ ഇഷ്ടായോ കുപ്പി? ജെല്ലു ഹായ്. ജെല്ലോ. ജെല്ലോ. മുമ്മു ഇവിടുന്ന് ഹായ് നോക്കട്ടെ ആളുണ്ട്. മാമ വിളിച്ചേ അപ്പോ എന്റെ മടിയിലാണ് എനിക്ക് പേരിട്ടെ. നീ ആക്കി വരട്ടെ. ഗുഡ് ബൈ. ഇനോടെ ഇനു ഇനു എവിടെ ഇങ്ങോട്ടെ? ഇവര് ഷോർട്ടാക്കിയത് ഇനുവായി. ഞാനും ഇനു മുമ്മൂനെ വിളിക്കാം. ഹായ് വന്ന് നോനോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന നല്ല ബെറ്റർ കേട്ടാ. ആരും മൈൻഡാക്കുന്നില്ലേ മുമ്മു? അയ്യോ
തരയാൻ പോയിക്കണ് അവിടെ കൊച്ചു മലയാളി. ഹായ് ഹായ്. കൊച്ചു മലയാളിയാ. അങ്ങനെ ഒരുപാട് പിള്ളേരൊക്കെ കളിപ്പിച്ച് യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നെക്സ്റ്റ് ഫുഡടി. പിന്നെ ഈ സൈഡിലിരിക്കുന്ന ബ്ലാക്ക് ഷർട്ട് ഇട്ടാണ് കേട്ടോ നമ്മുടെ അളിയൻ ആൻഡ് കുട്ടികളുടെ ഡാഡി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് വി ആർ ഗോയിങ് ടു അനദർ ഹോം. അപ്പോൾ ബാക്കി ഇനി നെക്സ്റ്റ് എപ്പിസോഡ്സിൽ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. എവരിബഡി sleep well, take care, good night.